ഹായ് ഓൾ, എല്ലാവരും വരാനിരിക്കുന്ന നെറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും. റിവിഷൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന CSIR എക്സാം, അതായത് അടുത്ത 25-ാം തീയതി നടക്കാൻ പോകുന്ന CSIR UGC ലൈഫ് സയൻസ് നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന രീതിയിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ടോസ് അക്കാഡമി ഇവിടെ വന്നിരിക്കുന്നത്. സോ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആൻഡ് അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഓരോ യൂണിറ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളും അതുപോലെ തന്നെ എത്ര ഡെപ്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതായത് ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി ഹൈ ആണോ മീഡിയം ആണോ എന്നുള്ള രീതിയിൽ. ആൻഡ് നമുക്ക് ഈ ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മറ്റ് ടോപ്പിക്കുകൾ, ആ മൊഡ്യൂൾ ആകാം, ചിലപ്പം ആ യൂണിറ്റ് ആകാം, അല്ലെങ്കിൽ മറ്റ് യൂണിറ്റുകളിൽ വരുന്ന ടോപ്പിക്കുകളാകാം. ഇപ്പം നമ്മൾ യൂണിറ്റ് 1 പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഫോട്ടോസിന്തസിസ് ആൻഡ് പ്ലാന്റ് ഹോർമോൺ യൂണിറ്റ് 6 വരുന്ന സർട്ടൻ ടോപ്പിക്സുകളും നമ്മൾ കവർ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ബയോകെമിസ്ട്രി പോർഷൻസ് ബേസിക് ആയിട്ട് വരുന്നുണ്ട്. അമിനോ ആസിഡ്, പ്രോട്ടീൻ സ്ട്രക്ചർ, ന്യൂക്ലിക് ആസിഡ് ആൻഡ് എൻസൈമോളജി. ആൻഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഹൈ ആണ്. ആൻഡ് തെർമോഡൈനാമിക്സ്, ഗ്ലൈക്കോലൈസിസ്, ക്രെബ്സ് സൈക്കിൾ, ബയോ എനർജറ്റിക്സ്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ, ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. ഇനി യൂണിറ്റ് 2-ൽ നിന്നും മെംബ്രെയിൻ സ്ട്രക്ചർ, സെൽ സൈക്കിൾ ആൻഡ് റെഗുലേഷൻ, അത് സെൽ സൈക്കിൾ റെഗുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇവിടെ ഒരു മീഡിയം പോസിബിലിറ്റി ആണ് നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ FREP, പിന്നെ സ്ട്രക്ചർ ഓഫ് ക്രോമാറ്റിൻ ആൻഡ് ക്രോമോസോം, ഗ്രോത്ത് കർവ് ഓഫ് ബാക്ടീരിയക്ക് ഇതിനോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. DNA റെപ്ലിക്കേഷൻ, റിപ്പയർ, ജീൻ റെഗുലേഷൻ യൂണിറ്റ് 3-ൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഹൈ ചാൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് RNA സിന്തസിസ് ആൻഡ് RNA പ്രോസസ്സിംഗ്, പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് പ്രോസസ്സിംഗ് ഒക്കെ ഇൻക്ലൂഡും ചെയ്യാം. ഇനി യൂണിറ്റ് 4 എന്ന് പറയാൻ നേരത്തെ നമുക്ക് ഇവിടെ സെൽ കമ്മ്യൂണിക്കേഷനും സിഗ്നലിംഗും ആണ് വരുന്നത്. അപ്പം സെൽ സിഗ്നലിംഗ്, ക്യാൻസർ ബയോളജി, ഇമ്മ്യൂണിറ്റി, അതായത് ഇമ്മ്യൂണോളജി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെയും ഹൈ ചാൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിവിടെ വരുമ്പോൾ host immune response to bacterial infection, cell and cell matrix communication, apoptosis ഒക്കെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. ഇനി നമുക്ക് 5-ാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റൽ ബയോളജി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഡെവലപ്മെന്റൽ ബയോളജി കംപ്ലീറ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ഹൈ റിസ്ക് ഓഫ് ക്വസ്റ്റ്യനിങ് ആണ്. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. ഇവിടെ എംബ്രിയോ, ക്ലീവേജ്, ഡിവിഷൻ, ഡ്രോസോഫില ഡെവലപ്മെന്റ്, ലിംബ് ഫോർമേഷൻ ആൻഡ് റീജനറേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി യൂണിറ്റ് 6 ഫോട്ടോസിന്തസിസ്, അതും നമ്മളുടെ ഡെവലപ്മെന്റൽ ബയോളജി പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോ റെസ്പിറേഷൻ, നൈട്രേറ്റ് ആൻഡ് അമോണിയം അസിമിലേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി നമ്മളുടെ 7-ാമത്തെ യൂണിറ്റ് സിസ്റ്റം ഫിസിയോളജി ആൻഡ് അനിമൽ ഫിസിയോളജി ഉണ്ട്, പ്ലാന്റ് ഫിസിയോളജി ഉണ്ട്. രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ECG, ഫിസിയോളജി ഓഫ് വിഷൻ ആൻഡ് ഹിയറിംഗ്, ഫങ്ഷൻ ഓഫ് ഡിഫറെന്റ് പാർട്ട് ഓഫ് നെഫ്രോൺ, അതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏരിയകളാണ്. ഇനി 8-ാമത്തെ യൂണിറ്റ് ഇൻഹെറിറ്റൻസ് ബയോളജി ആണ്, അതായത് ജെനറ്റിക്സ്. അപ്പം ഇവിടെയും ഹൈ ചാൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ജെനറ്റിക്സിൽ മെൻഡൽസ് പ്രിൻസിപ്പിൾസ് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് മെൻഡേലിസം, ലിങ്കേജ് പ്രോബ്ലംസ് വരുന്ന ചാൻസ് ഉള്ള ഏരിയ ആണ്. മൈക്രോബിയൽ ജീൻ മാപ്പിംഗ് റെഗുലർ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നൗ അടുത്ത യൂണിറ്റ് നമ്പർ 9, അവിടെ നമുക്ക് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം ആണ്. ഒരു മീഡിയം ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് ചോദിക്കാണ്ടിരിക്കാം, എന്നാലും ഉണ്ടാവും ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം.
നമുക്ക് ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസം, നമ്മുടെ ബാക്ടീരിയ ആൻഡ് ആർക്കിയ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. പിന്നെ ഓർഗാനിസം ഓഫ് കൺസർവേഷൻ കൺസേൺ അതും ചോദിക്കാം. ഇനി 10ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പോപ്പുലേഷൻ എക്കോളജി, സ്പീഷീസ് ഇന്ററാക്ഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എക്കോളജി ഒക്കെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയാസ് ആണ്. നൗ 11th യൂണിറ്റ് നമ്മുടെ എവല്യൂഷൻ ആൻഡ് ബിഹേവിയർ ആണ്. നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് അല്ല, എന്നാലും ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഏരിയ ആണ്. അപ്പോ ഫൈലോജനറ്റിക് പ്രീ അനാലിസിസ്, ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ പേരന്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കെയർ, പിന്നെ അതൊക്കെയാണ് ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ. ഇനി നമുക്ക് 12ാമത്തെ യൂണിറ്റ് ആയ അപ്ലൈഡ് ബയോളജി നോക്കാം. ഇവിടെ ഹൈ ചാൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് ആയിട്ട് നമുക്ക് നമ്മുടെ സി പാർട്ടിൽ കുറെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ അഗ്രോബാക്ടീരിയം ജീൻ ട്രാൻസ്ഫോർമേഷൻ, ബ്രീഡിംഗ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ബയോ റെമഡിയേഷൻ, ഫൈറ്റോ റെമഡിയേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതേപോലെ 13ാമത്തെ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ മെത്തേഡ്സ് ഇൻ ബയോളജി, ഇവിടെയും നമുക്ക് സി പാർട്ടിൽ ധാരാളം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. റെസ്ട്രിക്ഷൻ, എൻസൈം ആൻഡ് ഡൈജഷൻ, മോളിക്കുലാർ മാർക്കേഴ്സ്, ബ്ലോട്ടിംഗ് ടെക്നിക്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ വരാനിരിക്കുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഏരിയാസ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം ആണ്. ഇവിടെ നമ്മൾ പ്ലാന്റ്സിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ടും ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ദ ടേബിൾ given below list the morphological feature and groups of plants. അപ്പൊ നമുക്ക് ബ്രയോഫൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന പ്ലാന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ് ആണ്. ആൻഡ് ഇവിടെ ബ്രയോഫൈറ്റിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടറും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മാച്ച് ആണ് ചെയ്യേണ്ടത്. എ എന്ന് പറയുന്നത് ലിവർ വേർട്ടും ബി എന്ന് പറയുന്നത് മോസസും ആണ്. ആൻഡ് ഇവിടെ യൂണിസെല്ലുലാർ റൈസോയിഡ്സ്, മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ്, പ്രസൻസ് ഓഫ് പൈറനോയിഡ്സ്, പിന്നെ സ്റ്റൊമാറ്റ ഓൺ സ്പോറോഫൈറ്റ് ആൻഡ് ഡോമിനന്റ് ഗാമെറ്റോഫൈറ്റ്. ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേ ആർ നോൺ ആസ് ദി ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. അപ്പോ പിന്നെ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗെ ആയ താലോഫൈറ്റ്സിനേലും കുറച്ചും കൂടി ഇവോൾവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ആൻഡ് ഇവരുടെ സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത് ആന്ത്രീഡിയ ആൻഡ് ആർക്കിഗോണിയം ആണ്. ആൻഡ് മറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഗാമെറ്റോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി ആണ് ഡോമിനന്റ് ആയിട്ട് കാണിക്കുന്നത്. ആൻഡ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഉണ്ട്. അപ്പൊ ഗാമെറ്റോഫൈറ്റ് ആണ് ഡോമിനന്റ് ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്പോറോഫൈറ്റും ഉണ്ട്. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഗാമെറ്റോഫൈറ്റ് ആയിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആണ് നമുക്ക് ഉള്ളത്. നമുക്കല്ല ബ്രയോഫൈറ്റിന് ഉള്ളത്. സോ അപ്പോൾ പാർഷ്യലി പാരസൈറ്റിക് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആണ് ബ്രയോഫൈറ്റിന് ഉള്ളത്. ആൻഡ് ഇവരുടെ താലസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോവർ ഫോംസിൽ യൂണിസെല്ലുലാർ റൈസോയിഡ്സ് ഉണ്ട്. ആൻഡ് ഹയർ ഫോംസ് എടുത്തു കഴിഞ്ഞാൽ മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സും ഉണ്ട്. ആൻഡ് ബേസിക് ആയിട്ടും ഇവര് ഒരു വെൽ ഡെവലപ്ഡ് ഗ്രൂപ്പ് അല്ലാത്തത് കൊണ്ടിട്ട് ഇവരുടെ റൂട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് റൈസോയിഡ്സ് ആയിരിക്കും. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റൂട്ട് ഇല്ല. സ്മോളർ സ്ട്രക്ചേഴ്സ് റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയ റൈസോയിഡ്സ് ആണ്. അപ്പൊ ഈ റൈസോയിഡ്സ് ആണ് ലോവർ ഫോമിൽ ഈ പറയുന്ന യൂണിസെല്ലുലാറും ഹയർ ഫോമിൽ മൾട്ടി സെല്ലുലാർ ആയിട്ട് കാണുന്നത്. ആൻഡ് നമുക്ക് ഇനി മാച്ച് ദ ഫോളോയിങ് നോക്കാം. എ എന്ന് പറയുന്നത് ലിവർ വോട്ട് ആണ്. ലിവർ വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ റിക്സിയ അതുപോലെ മാർക്കാൻഷ്യ ഒക്കെ വരുന്ന ഗ്രൂപ്പാണ്. അതായത് ലോവർ ഗ്രൂപ്പാണ് ലിവർ വോട്ട്സ് എന്ന് പറയുന്നത്. ലിവർ വോട്ട്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ നമ്മൾ പറഞ്ഞു റൈസോയിഡ് എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് 1 ആയിട്ട് മാച്ച് ചെയ്യും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി സെല്ലുലാർ കണ്ടീഷൻ ആണ്. അത് മോസസിലാണ് കാണുന്നത്. മോസസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹയർ ഇവോൾവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ മോസസിൽ നമുക്ക് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള റൈസോയിഡ്സ് കാണാം. അപ്പൊ ബി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2. ഇനി നമുക്കുള്ളത് പ്രസൻസ് ഓഫ് പൈറനോയിഡ്സ് ആണ്. പൈറനോയിഡ്സ് ജനറലി 2 ഗ്രൂപ്പുകളിലും ആബ്സെന്റ് ആണ്. ഇനി സ്റ്റൊമാറ്റ ഓൺ സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് വെൽ ഡെവലപ്ഡ് ആയിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ വിസിബിൾ ആയിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പാണ് മോസസ്. അപ്പൊ മോസസിൽ നമ്മുടെ
ഇപ്പം വരച്ച് കാണിക്കുവാണെങ്കിൽ ഇത് ഗാമറ്റോഫൈറ്റ്. ഗാമറ്റോഫൈറ്റിൽ നമുക്ക് കാണാം ഇവിടെ ഒരു സ്പോറോഫൈറ്റ് പ്രസന്റ് ആണ്. ഈ സ്പോറോഫൈറ്റിലാണ് സ്പോർ പ്രസന്റ് ആയിട്ടുള്ളത് ആൻഡ് ഇറ്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദി ഗാമറ്റോഫൈറ്റ്. ഈ സ്പോറോഫൈറ്റ് യങ്ങർ സ്റ്റേജ് എടുത്ത് കഴിയുമ്പോൾ അതിൽ ഗ്രീൻ കളർ ആയിരിക്കും ആൻഡ് ദേ ഹാവ് ദി സ്റ്റൊമാറ്റ. സോ ബി എസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 4 ഓൾസോ. അപ്പം B2 മാത്രമല്ല 4ഉം ബി മാച്ച് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോമിനന്റ് ഗാമറ്റോഫൈറ്റ് ആണ്. നമ്മുടെ ബ്രയോഫൈറ്റിന്റെ കേസ് ഏതെടുത്താലും ദേ ഹാവ് എ ഡോമിനന്റ് ഗാമറ്റോഫൈറ്റ്. ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ആയിരിക്കും ഡോമിനന്റ്. അപ്പൊ എയിലും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഡോമിനന്റ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റ് കാണാം, ബിയിലും നമുക്ക് ഡോമിനന്റ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റ് കാണാം. അപ്പൊ ഏതായിരിക്കും നമുക്ക് കറക്റ്റ് മാച്ച് ആയിട്ട് വരുന്നത്? A1 and 4 വരുന്നത്, A1 and 5 വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ B2, 4 and 5 വരുന്നത് ഇവിടെയാണ്. So the correct answer is option 4. Option 4 is the correct answer. Now നമുക്ക് next question discuss ചെയ്യാം. The Cartagena Protocol to which India is a party is related to. ആദ്യത്തെ ഓപ്ഷൻ combat the greenhouse gases and to reduce the global warming and the climate change. രണ്ടാമത്തത് biosafety negotiated under the aegis of Convention on Biodiversity, Biological Diversity. Third one is combat the ozone depleting substance to protect the human life from diseases. അതുപോലെ തന്നെ നാലാമത്തത് combat the phenomenon of desertification by improving dry land farming in dry region. So Cartagena Protocol എന്ന് പറയുന്നത് ബേസിക് ആയിട്ടും അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് Cartagena Protocol on Biosafety to Convention on Biodiversity എന്നുള്ളതാണ്. സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, അതായത് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ബേസിക് ആയിട്ട് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആണ്. അതായത് ടു പ്രൊട്ടക്ട് ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ റിസ്ക് ഓഫ് നമ്മുടെ ബാക്കി എക്സ്റ്റിങ്ഷനോ അല്ലെങ്കിൽ എക്സിസ്റ്റൻസിനോടുള്ള റിസ്കുകൾ മാറ്റാൻ വേണ്ടിയിട്ടുമാണ് ഈ പറയുന്ന കാർട്ടാജീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി ടു കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഇതുള്ളത്. ബേസിക് ആയിട്ട് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഇൻഫോംഡ് എഗ്രിമെന്റ്, അതായത് AIA എന്ന് പറയുന്ന പ്രൊസീജിയർ അനുസരിച്ചാണ് ഇതിന്റെ പ്രോട്ടോകോൾ വരുന്നത്. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു UN-ന്റെ ഒരു പ്രോഗ്രാം ആണ്. അത് ബയോഡൈവേഴ്സിറ്റി കൺവെൻഷന് വേണ്ടിയിട്ട് വേൾഡ് വൈഡ് നടത്തിയതാണ്. ആൻഡ് റിയോ ഡി ജനീറോയിൽ വെച്ചിട്ട് 1992 ഇത് ഇനീഷ്യേറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ദി യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ഇസ് ദി കറക്റ്റ് ആൻസർ. ലൈഫ് സയൻസ് സിലബസിൽ വരുന്ന വളരെ ചെറിയൊരു ടോപ്പിക്കാണ് കൺഫർമേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്. A, B ആൻഡ് Z ഫോം ഓഫ് DNA ആണ് അതിൽ പഠിക്കാനുള്ളത്. ചെറിയ ടോപ്പിക് ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? ഫസ്റ്റ് ഓപ്ഷൻ AB and Z DNA helix are left-handed. Option B, AB DNA helix are right-handed, Z DNA helix are left-handed. Option C, A and Z DNA helix are left-handed, B DNA helix is right-handed. And option D, A and B DNA helix are left-handed, Z DNA helix are right-handed. ഈ ഒരു ചോദ്യം നമുക്കിനി ഡിസ്കസ് ചെയ്യാം. അതിന്റെ ആൻസർ, അപ്പോൾ ആൻസർ ഈ ഒരു കോളത്തില് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. B DNA, A DNA, Z DNA. അപ്പൊ ഇതില് ഈ ചോദ്യം ഹെലിക്കൽ ഹാൻഡഡ്നെസ് ബേസ് ചെയ്തിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇതിൽ നോക്കിയാൽ B DNA റൈറ്റ് ഹാൻഡഡ് ആണ്, A DNA റൈറ്റ് ഹാൻഡഡ്, Z DNA ലെഫ്റ്റ് ഹാൻഡഡ്. ഇപ്പൊ നമുക്ക് ഉത്തരം വളരെ ക്ലിയർ ആയല്ലോ. കറക്റ്റ് ആൻസർ ഏതാണ്? ഈ 4 ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? A and B DNA helix are right handed, Z DNA helix are left handed. So option B ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ B is the right answer. ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഹെലിക്കൽ ഹാൻഡഡ്നെസ് മാത്രമല്ല ബാക്കിയുള്ള ഫീച്ചേഴ്സും കൂടി നോക്കുക. അതിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് ബേസ് പെയർസ് പെർ ഹെലിക്കൽ ടേൺ. B DNA 10 ബേസ് പെയർസ് ഉണ്ട് പെർ ഹെലിക്കൽ ടേൺ, A DNA 11.6, Z DNA 12. അപ്പൊ ബാക്കിയുള്ള ഫീച്ചേഴ്സും കൂടി
പഠിച്ചു പോവാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഹെലിക്കൽ ഹാൻഡഡ്നെസ്സും അതേപോലെ തന്നെ ബേസ് പെയർസ് പെർ ഹെലിക്കൽ ടേൺ. ഇനി അടുത്തത് ഒരു DNA replication ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. The double-stranded DNA replicates in a semi-conservative manner in an in vitro DNA synthesis reaction. Dideoxy-CTP and dideoxy-CMP were individually added in excess in separate tubes in addition to DNTPs and other necessary reagents. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു DNA replication in vitro ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ 2 ടെസ്റ്റ് ട്യൂബ്സിലുള്ള റിയാക്ഷൻ റേറ്റ് ആണ് ഇവിടെ നോക്കേണ്ടത്. ഇതിൽ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് dideoxy-CTP ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിലേക്ക്. സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലേക്ക് dideoxy-CMPയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ബാക്കിയുള്ള റിയേജൻസ് DNTPസും അതർ നെസസറി റിയേജൻസ് റെപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള എൻസൈംസും കാര്യങ്ങളും എല്ലാം 2 ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെയാണ് DDCTPയും DDCMP ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ടെസ്റ്റ് ട്യൂബിൽ DDCTP മാത്രം, സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ DDCMP മാത്രം. ഇനി നമ്മൾ ഈ 2 ടെസ്റ്റ് ട്യൂബിലുള്ള റേറ്റ് ഓഫ് DNA സിന്തസിസ് മെഷർ ചെയ്യണം. അതാണ് ചോദ്യത്തിൽ പറയുന്നത്. ദ റേറ്റ് ഓഫ് DNA സിന്തസിസ് വാസ് മെഷേർഡ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെട്രിയേറ്റഡ് തൈമിഡിൻ. റേഡിയോ ലേബിൾഡ് തൈമിഡിൻ ആണ്. ഇവിടെ 4 ഗ്രാഫ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 4 ഗ്രാഫ്സിലും ഈ 2 റിയാക്ഷൻ ട്യൂബ്സിലും നടക്കുന്ന DNA സിന്തസിസിന്റെ റേറ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഈ ഓരോ ഗ്രാഫിലും കൃത്യമായിട്ട് 2 ലൈൻസ് കാണിച്ചിട്ടുണ്ട്. 2 ടെസ്റ്റ് ട്യൂബിലുള്ള റിയാക്ഷൻ റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ DNA സിന്തസിസിന്റെ റേറ്റ് ആണ് y ആക്സിസിൽ, x ആക്സിസിൽ ടൈമും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഓരോ ലൈനും എന്താ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡയമണ്ട് ഷേപ്പിൽ DDCMP ആൻഡ് സർക്കിൾ ഷേപ്പിൽ DDCTP. പിന്നെ നമുക്ക് ഈ DDCMPയും DDCTP എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നോർമൽ ഒരു ഡിയോക്സി ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ കേസിൽ, അതായത് ഒരു നോർമൽ DNTP ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ റൈബോ ഷുഗറിന്റെ സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷൻ ആണ്. അതിൽ സെക്കൻഡ് കാർബണിൽ H മാത്രമാണ് ഉള്ളത്. അതേപോലെ തന്നെ തേർഡ് കാർബണിൽ അവിടെയുള്ളത് ഏതാണ്? OH ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം ഈ രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ് വന്ന് ആഡ് ആവുന്നത് തേർഡ് പൊസിഷനിലേക്കാണ്. അവിടെ ഒരു എസ്റ്റർ ബോണ്ട് ഫോർമേഷൻ അവിടെ സംഭവിക്കും. അങ്ങനെയാണ് ചെയിൻ ഇലോങ്ങേഷൻ അവിടെ നടക്കുന്നത്. ഇനി ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാ? തേർഡ് പൊസിഷൻ. പക്ഷെ തേർഡ് പൊസിഷനിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ O എവിടെ ഇല്ല, H മാത്രമേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് പൊസിഷനിലും അവിടെ O ഇല്ല, തേർഡ് പൊസിഷനിലും O ഇല്ല. അതുകൊണ്ടാണ് ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷനിൽ O ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ ഒരു ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ ക്ലിയർ ആയല്ലോ. ഇനി ഇവിടുത്തെ തേർഡ് പൊസിഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഇനി ഒരു സെക്കൻഡ് ന്യൂക്ലിയോടൈഡ് വന്ന് ആഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എസ്റ്റർ ബോണ്ട് ഫോർമേഷൻ അവിടെ നടക്കുമോ? അവിടെ O ഇല്ലാത്തത് കൊണ്ട് തന്നെ എസ്റ്റർ ബോണ്ട് ഫോർമേഷൻ അവിടെ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ലീഡ്സ് ടു ചെയിൻ ടെർമിനേഷൻ. ഒരു ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് ഉണ്ടെങ്കിൽ അടുത്ത ന്യൂക്ലിയോടൈഡ് അതിലേക്ക് ആഡ് ആവത്തില്ല. ബിക്കോസ് തേർഡ് പൊസിഷനിൽ അവിടെ ലാക്കിംഗ് ആയതുകൊണ്ട്. ഇപ്പൊ ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് ഉണ്ടെങ്കിൽ എപ്പോഴും അവിടെ ചെയിൻ ടെർമിനേഷൻ ആയിരിക്കും. അത് മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കുക, ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡ് ഇത് ട്രൈഫോസ്ഫേറ്റ് ആണ്. അതായത് നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഡൈഡിയോക്സി CTP ഉണ്ട്, ഡൈഡിയോക്സി CMP ഉണ്ട്. ഇപ്പൊ CTP ആണ് ട്രൈഫോസ്ഫേറ്റ്. CMP എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫോസ്ഫേറ്റേ ഉള്ളൂ, മോണോഫോസ്ഫേറ്റ്. നമ്മൾ ഈ പറയുന്ന ഡൈഡിയോക്സി ന്യൂക്ലിയോടൈഡിന് 3 ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പൊ അത് ട്രൈഫോസ്ഫേറ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. സോ ഡൈഡിയോക്സി CTP ആണെങ്കിൽ മാത്രമാണ് അവിടെ ചെയിൻ ടെർമിനേഷൻ നടക്കുന്നത്. ഇതാണല്ലോ സാങ്കേഴ്സ് മെത്തേഡിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. സാങ്കേഴ്സ് മെത്തേഡില് DNA സീക്വൻസിങ് മെത്തേഡ്, അവിടെയും ഡൈഡിയോക്സി ആഡ് ചെയ്യുമ്പോഴാണ് ചെയിൻ ടെർമിനേഷനിലേക്ക് നടക്കുന്നത്. എപ്പോഴും ഓർക്കുക അത് ട്രൈഫോസ്ഫേറ്റ് ആയിരിക്കണം, മോണോഫോസ്ഫേറ്റ് അല്ല. ട്രൈഫോസ്ഫേറ്റ് ആണെങ്കിലാണ് അവിടെ ചെയിൻ ടെർമിനേഷൻ സംഭവിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ആഡ് ചെയ്തത് ഏതായിരുന്നു? ഡൈഡിയോക്സി CMP ആണ് അല്ലെ? CMP എന്ന് പറയുമ്പോൾ അവിടെ എന്താ? CMP എന്ന് പറയുമ്പോൾ 3 ഫോസ്ഫേറ്റ് അവിടെ ഇല്ല, ഒരു ഫോസ്ഫേറ്റ് മാത്രമേ ഉള്ളൂ. CMP ആഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം സംഭവിക്കുന്നത്? DNA പോളിമറൈസ് ഇറ്റ് വിൽ ഓൺലി റെക്കഗ്നൈസ് ആൻഡ് ആഡ് ട്രൈഫോസ്ഫേറ്റ് ഫോം ഓഫ് ന്യൂക്ലിയോടൈഡ്. അതൊരിക്കലും DNA പോളിമറൈസ് ഒരിക്കലും മോണോഫോസ്ഫേറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. DNA പോളിമറൈസ് എപ്പോഴും, DNA പോളിമറൈസ് അറിയാലോ, എൻസൈം, റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം. ഇറ്റ് ഓൺലി റെക്കഗ്നൈസസ് ആൻഡ് ആഡ് ട്രൈഫോസ്ഫേറ്റ് ഫോം ഓഫ് ന്യൂക്ലിയോടൈഡ്. ഒരിക്കലും ഡൈഫോസ്ഫേറ്റോ അല്ലെങ്കിൽ മോണോഫോസ്ഫേറ്റോ ഒരിക്കലും DNA പോളിമറൈസ് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ചെയിൻ ടെർമിനേഷനോ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം DNA പോളിമറൈസ് മോണോഫോസ്ഫേറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല.
അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കില്ല. അപ്പോ ഡൈഡിയോക്സി CTP മാത്രമാണ് ചെയിൻ ടെർമിനേഷൻ കോസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡയഗ്രാം നിങ്ങൾ നോക്കുക. ചെയിൻ ടെർമിനേഷൻ കോസ് ചെയ്യുന്നത് ഡൈഡിയോക്സി CTP മാത്രമാണ് എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഡൈഡിയോക്സി CTP ഏതാണ്? സർക്കിൾ ഷേപ്പിൽ വന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഡയഗ്രാമിൽ നോക്കിയേ, സർക്കിൾ ഷേപ്പിൽ വന്നത് അത് താഴേക്കാണ് വരുന്നത് അല്ലെ. അപ്പൊ അതിനർത്ഥം എന്താണ്? അവിടെ ചെയിൻ ടെർമിനേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഡയമണ്ട് ഷേപ്പ് നോക്കുക, അതാണല്ലോ ഡൈഡിയോക്സി CMP. അവിടെ ചെയിൻ ടെർമിനേഷൻ സംഭവിക്കുന്നില്ല, അത് നോർമൽ പോലെ തന്നെ അവിടെ പോകുന്നുണ്ട്. കാരണം ഡൈഡിയോക്സി CMP ആഡ് ചെയ്താലും അവിടെ ചെയിൻ ഇലോങ്ങേഷന് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. നോർമലി തന്നെ അത് പോവും. കാരണം ഡൈഡിയോക്സി CMPനെ DNA പോളിമറൈസ് അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള DNTPs ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ ചെയിൻ ഇലോങ്ങേഷൻ അവിടെ സംഭവിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ, സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓൾറെഡി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഗ്രാഫ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കുക. രണ്ടാമത്തെ ഗ്രാഫിൽ ഒരിടത്തും ചെയിൻ ടെർമിനേഷൻ കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഗ്രാഫ് റോങ് ആണ്. അതുപോലെ മൂന്നാമത്തെ ഗ്രാഫ് നോക്കിയേ, മൂന്നാമത്തെ ഗ്രാഫിലും രണ്ടും ചെയിൻ ടെർമിനേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഡൈഡിയോക്സി CTP ആൻഡ് ഡൈഡിയോക്സി CMP രണ്ടും ചെയിൻ ടെർമിനേഷൻ ആണ്. അപ്പൊ അതും റോങ് ആയിട്ടുള്ള ഉത്തരവാണ്. അതേപോലെ തന്നെ നാലാമത്തെ ഗ്രാഫ് നോക്കുക. നാലാമത്തെ ഗ്രാഫിൽ ചെയിൻ ടെർമിനേഷൻ കാണിച്ചിരിക്കുന്നത് ഏതാ? CMP ആണ്. നമുക്കറിയാം CMP ഒരിക്കലും ചെയിൻ ടെർമിനേഷൻ ലീഡ് ചെയ്യുന്നില്ല. ഡൈഡിയോക്സി CTP ആണ് ചെയിൻ ടെർമിനേഷൻ നടക്കുന്നത്. പക്ഷെ അത് റോങ് ആയിട്ടാണല്ലോ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നാലാമത്തെ ഗ്രാഫും കറക്റ്റ് അല്ല. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് ഫസ്റ്റ് വൺ അല്ലെ. ഫസ്റ്റ് ഗ്രാഫ് ആണ് കറക്റ്റ് ആയിട്ട് വന്നത്. ഒൺലി ദ ഡൈഡിയോക്സി CTP, ദാറ്റ് ഇസ് ഡൈഡിയോക്സി CTP മാത്രമാണ് ചെയിൻ ടെർമിനേഷൻ ലീഡ് ചെയ്യുന്നത്. ഡൈഡിയോക്സി CMP അവിടെ ഒന്നും കോസ് ചെയ്യുന്നില്ല. ഡൈഡിയോക്സി CMPനെ DNA പോളിമറൈസ് എൻസൈം റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും അത് ചെയിൻ ഇലോങ്ങേഷനെ ബാധിക്കില്ല. സോ ദി ഓപ്ഷൻ 1 ഇസ് ദി കറക്റ്റ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റൽ ബയോളജിയിൽ നിന്നാണ്. അതിൽ തന്നെ ഡോർസോഫില ഡെവലപ്മെന്റിന്റെ ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ഫോർമേഷൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. The following statements were made regarding the patterning of anterior posterior body plan of Drosophila. 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുന്നേ നമുക്ക് ആദ്യം തന്നെ ഡോർസോഫിലയുടെ ആന്റീരിയർ പോസ്റ്റീരിയർ ബോഡി പ്ലാൻ, അതിന്റെ പാറ്റേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ആന്റീരിയർ പോസ്റ്റീരിയർ ഭാഗം കൊടുത്തിട്ടുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോട്ടീൻസ്? ആന്റീരിയർ ഭാഗത്ത് കാണുന്ന പ്രോട്ടീൻസ് ബൈക്കോയിഡ്, ഹഞ്ച്-ബാക്ക്. പോസ്റ്റീരിയർ ഭാഗത്ത് നാനോസ്, കൗഡൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ഓർത്തിരിക്കുക. ആന്റീരിയർ പോർഷനിൽ ബൈക്കോയിഡ്, ഹഞ്ച്-ബാക്ക്, പോസ്റ്റീരിയർ പോർഷനിൽ നാനോസ്, കൗഡൽ. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മൈക്രോ ഇഞ്ചക്ഷൻ ഓഫ് ബൈക്കോയിഡ് mRNA in the middle of a bicod deficient embryo leads to the formation of head in the middle and telson at the two ends. ബൈക്കോയിഡ് mRNA മൈക്രോ ഇഞ്ചക്ഷൻ ചെയ്യുകയാണ്. എവിടേക്കാണ്? ബൈക്കോയിഡ് ഡെഫിഷ്യന്റ് എംബ്രിയോയുടെ മിഡിൽ ഭാഗത്തേക്ക്. ആസ് എ റിസൾട്ട് നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? മിഡില് ഹെഡും അതേപോലെ തന്നെ രണ്ട് എൻഡ്സിലും ടെൽസൺ. ഇതിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതില് മിഡിലുള്ള ഡയഗ്രാം നോക്കാം. മിഡിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ആഡ് ടു മിഡിൽ ഓഫ് മ്യൂട്ടന്റ്. എന്താ ആഡ് ചെയ്തിരിക്കുന്ന? ബൈക്കോയിഡ്. ബൈക്കോയിഡ് ആഡ് ചെയ്യുന്നത് ഒരു മ്യൂട്ടന്റിന്റെ മിഡിലേക്ക്. ഇപ്പൊ ഇവിടെ BCD ഒരു മൈനസ് എന്ന് പറഞ്ഞല്ല കൊടുത്തിരിക്കുന്നത്. അതായത് ബൈക്കോയിഡ് ഡെഫിഷ്യന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഒരു ബൈക്കോയിഡ് ഡെഫിഷ്യന്റ് എംബ്രിയോയുടെ മിഡിലേക്ക് ഒരു ബൈക്കോയിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ റിസൾട്ട് കിട്ടുന്നത്? റിസൾട്ട് ഇവിടെ നോക്കിയേ. റിസൾട്ട് എന്താണ്? ഹെഡ് മിഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. ഹെഡ് മിഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. നോർമലി ഹെഡ് എവിടെയാ ഫോം ചെയ്യേണ്ടത്? ഹെഡ് ഫോം ചെയ്യേണ്ടത് ഈ ഒരു ഡയഗ്രാം നോക്കിയേ. നോർമലി ഹെഡ് ഫോം ചെയ്യേണ്ടത് ആന്റീരിയർ ഭാഗത്താണ് അല്ലെ, ഒരു നോർമൽ കേസിൽ. പക്ഷേ ഇവിടെ ആന്റീരിയർ ഭാഗത്ത് ഹെഡ് ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഹെഡ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതാ? ബൈക്കോയിഡ്. ബൈക്കോയിഡ് അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആന്റീരിയർ ഭാഗത്ത് ബൈക്കോയിഡ് അവിടെ ഫോം ചെയ്തിട്ടില്ല. ബൈക്കോയിഡ് അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഹെഡ് അവിടെ ഫോം ചെയ്തിട്ടില്ല. ഹെഡ് എവിടെ ഫോം ചെയ്തിരിക്കുന്നത്? മിഡില്. കാരണം ബൈക്കോയിഡ് ഇവിടെ മിഡിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ ഹെഡ് ഫോംസ് ഇൻ ദ മിഡിൽ റീജിയൻ. അത് മാത്രമല്ല രണ്ട് എൻഡ്സിലും ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ടെൽസൺ. ടെൽസൺ ആണ് രണ്ട് എൻഡ്സിലും കൊടുത്തിരിക്കുന്നത്. അതായത് പോസ്റ്റീരിയർ എൻഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ടെൽസൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഡയഗ്രാത്തിന്റെ കളർ ഷെയ്ഡ് എന്തൊക്കെയാണെന്നുള്ള കൊടുത്തിട്ടുണ്ട്. ആക്രോൺ, ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ, ടെൽസൺ. അപ്പൊ ആക്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റീരിയർ എൻഡിന്റെ ആന്റീരിയർ പോർഷനിൽ വരുന്നതാണ്, ആന്റീരിയർ ടെർമിനൽ എൻഡില്. ടെൽസൺ പോസ്റ്റീരിയർ ടെർമിനൽ എൻഡിലാണ് വരുന്നത്.
അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. എ കറക്റ്റ് ആണ്. മൈക്രോ ഇഞ്ചക്ഷൻ ഓഫ് ബൈക്കോയിഡ് mRNA in the middle of a bicode deficient embryo leads to the formation of head in the middle. അതേപോലെ തന്നെ ടെൽസൺ at the two ends. അപ്പൊ അത് കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ടെൽസൺ അവിടെ രണ്ട് എൻഡ്സിൽ ഫോം ചെയ്തിരിക്കുന്നത്? കാരണം അത് ബൈക്കോയിഡ് ഡെഫിഷ്യന്റ് ആയതുകൊണ്ടാണ് രണ്ട് എൻഡ്സിലും ടെൽസൺ അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ബി സ്റ്റേറ്റ്മെന്റ് നോക്കാം. നാനോസ് പ്രോട്ടീൻ ഇൻഹിബിറ്റ് ദ ട്രാൻസ്ലേഷൻ ഓഫ് കൗഡൽ mRNA at the posterior half of the embryo. ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിച്ച് പോസ്റ്റീരിയർ എൻഡിൽ എന്തൊക്കെയാ പ്രോട്ടീൻസ് ആണ് അവിടെ ഉള്ളത്? കൗഡലും നാനോസും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് നാനോസ് പ്രോട്ടീൻ ഇൻഹിബിറ്റ് ദ ട്രാൻസ്ലേഷൻ ഓഫ് കൗഡൽ mRNA at the posterior half of the embryo. അപ്പൊ അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. നാനോസ് ഒരിക്കലും കൗഡലിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നില്ല. രണ്ടും അവിടെ പ്രസന്റ് ആവണം, എന്നാൽ മാത്രമല്ല പോസ്റ്റീരിയർ ഭാഗം അവിടെ എക്സ്പ്രസ്ഡ് ആവുള്ളൂ. ഇനി ഓപ്ഷൻ സി നോക്കാം. ദ കൗഡൽ പ്രോട്ടീൻ ആക്ടിവേറ്റ് സൈഗോട്ടിക് എക്സ്പ്രഷൻ ഓഫ് ഹഞ്ച്ബാക്ക് ജീൻ. കൗഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റീരിയർ ഭാഗത്താണല്ലോ, ഹഞ്ച്ബാക്ക് എവിടെയാണ്? ആന്റീരിയർ ഭാഗത്താണ്. അപ്പൊ കൗഡൽ പ്രോട്ടീൻ ആക്ടിവേറ്റ് സൈഗോട്ടിക് എക്സ്പ്രഷൻ ഓഫ് ദി ഹഞ്ച്ബാക്ക് ജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ കൗഡൽ ആയിരിക്കരുത്, അവിടെ ബൈക്കോയിഡ് ആയിരുന്നെങ്കിൽ ശരിയായേനെ. ബൈക്കോയിഡ് ആക്ടിവേറ്റ്സ് സൈഗോട്ടിക് എക്സ്പ്രഷൻ ഓഫ് ഹഞ്ച്ബാക്ക് ജീൻ എന്നായിരുന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയേനെ. ഈ സി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. സെഗ്മെന്റ് പൊളാരിറ്റി ജീൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ സെഗ്മെന്റ്സ് ഓഫ് ദി എംബ്രിയോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദി ആന്റീരിയർ പോസ്റ്റീരിയർ പാറ്റേണിന്റെ പ്രധാനപ്പെട്ട പ്രോട്ടീൻസ് മാത്രമേ നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇതുകൂടാണ്ട് സെഗ്മെന്റ് പൊളാരിറ്റി ജീൻസ് ഒക്കെ വേറെയുണ്ട്. അതെല്ലാം എംബ്രിയോയുടെ സെഗ്മെന്റേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഡോർസോഫിലയുടെ ബോഡി അറിയാലോ, സെഗ്മെന്റഡ് ആണ്. ആ സെഗ്മെന്റേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സെഗ്മെന്റ് പൊളാരിറ്റി ജീൻസ്. അപ്പൊ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? കോമ്പിനേഷൻ ആയിട്ടുള്ള ചോദ്യമാണല്ലോ ഇത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ റെപ്രസെന്റ് ഓൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആസ് മെയ്ഡ് അബവ്. അപ്പൊ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എ ആൻഡ് ഡി ഓൺലി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബൈക്കോയിഡ് അതേപോലെ തന്നെ ഹഞ്ച് ബാക്ക്, കൗഡൽ, നാനോസ് ഇതിനെ ബേസ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് ചോദ്യം വരാറുള്ളതാണ്. ഇതിന്റെ ബാക്കി ഡയഗ്രാംസ് കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ആദ്യത്തെ ഡയഗ്രാമത്തില് ബൈക്കോയിഡ് ആഡ് ചെയ്തിരിക്കുന്നത് ആന്റീരിയർ എൻഡ് ഓഫ് മ്യൂട്ടന്റ്. സെക്കൻഡ് ഡയഗ്രാമിൽ ബൈക്കോയിഡ് മിഡിലേക്കാണല്ലോ ആഡ് ചെയ്തത്. പക്ഷെ ഇത് ബൈക്കോയിഡ് ഡെഫിഷ്യന്റ് തന്നെയാണ്. പക്ഷെ ബൈക്കോയിഡ് ആഡ് ചെയ്തിരിക്കുന്നത് ആന്റീരിയർ എൻഡിലേക്കാണ്. അപ്പൊ ആന്റീരിയർ എൻഡിൽ അവിടെ ഹെഡും ഫോം ചെയ്തിട്ടുണ്ട്, ആക്രോൺ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ ഡെവലപ്മെന്റ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ബൈക്കോയിഡ് വേണ്ടിടത്തേക്കാണ് ബൈക്കോയിഡ് ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്, ആന്റീരിയർ എൻഡിലേക്ക്. ഇനി മൂന്നാമത്തെ ഡയഗ്രാം നോക്കാം. മൂന്നാമത്തെ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈൽഡ് ടൈപ്പ് എംബ്രിയോ ആണ്. വൈൽഡ് ടൈപ്പ് ഒരു നോർമൽ എംബ്രിയോ. അതിലേക്ക് ബൈക്കോയിഡ് ആഡ് ചെയ്തിരിക്കുന്നത് പോസ്റ്റീരിയർ ഭാഗത്തേക്കാണ്. ബൈക്കോയിഡ് ആഡഡ് ടു ദി പോസ്റ്റീരിയർ ഓഫ് ദി വൈൽഡ് ടൈപ്പ് എംബ്രിയോ. നോർമലി ഇവിടെ ബൈക്കോയിഡ് ഉണ്ട്. നോർമലി ബൈക്കോയിഡ് എവിടെ വേണ്ടത്? ആന്റീരിയർ ഭാഗത്ത്. ആന്റീരിയർ ഭാഗത്ത് ബൈക്കോയിഡ് അവിടെ ഓൾറെഡി ഉണ്ട് അല്ലെ? അവിടെ റെഡ് ഷെയ്ഡ് കാണാമല്ലോ. ഇത് കൂടാതെ ഈ ഒരു വൈൽഡ് ടൈപ്പ് എംബ്രിയോയിലേക്ക് ബൈക്കോയിഡ് ആഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റീരിയർ ഭാഗത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പോസ്റ്റീരിയർ എൻഡിൽ അവിടെ ഒരു ഹെഡും അതേപോലെ തന്നെ ആക്രോണും അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്ലൈഡ് ബോട്ടണി ആൻഡ് മെത്തേഡ്സ് ഇൻ ബയോളജി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്ക് എന്താണ്? ക്ലോണിംഗ് വെക്ടർ. ക്ലോണിംഗ് വെക്ടർ പ്രധാന ആപ്ലിക്കേഷൻ എന്താണ്? ഫോറിൻ ജീൻ ട്രാൻസ്ഫർ ആണ്. ജീൻ ക്ലോണിംഗ് ഒക്കെയാണ് ഈ ക്ലോണിംഗ് വെക്ടർ വഴി നമ്മളുടെ പ്രധാന ആപ്ലിക്കേഷൻ. ഫോറിൻ ജീൻ ട്രാൻസ്ഫർ ചെയ്യാം. അടുത്താണ് നിയോമൈസിൻ റെസിസ്റ്റർ അല്ലെങ്കിൽ TK ജീൻ. അത് ഉപയോഗിക്കുന്ന പ്രധാന ആപ്ലിക്കേഷൻ ആണ് ജീൻ നോക്കൌട്ട് ആൻഡ് നോക്കിൻ. ജീൻ നോക്കൌട്ട് ആൻഡ് നോക്കിൻ. അടുത്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എല്ലാവർക്കും അറിയാം. PCR പ്രോട്ടീൻ അല്ലെങ്കിൽ DNA ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അവ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ RACE ഉപയോഗിക്കുന്നതിനാണ് ഇമ്പോർട്ടന്റ് ആണ്. 5' ആൻഡ് അല്ലെങ്കിൽ 3' 5' ആൻഡ് 3' എൻഡ്സ് അനാലിസിസ് ആണ്. cDNA കോംപ്ലിമെന്ററി DNA അല്ലെങ്കിൽ mRNA മെച്ചുവർ RNA എൻഡ് അനാലിസിസ് 5' എൻഡ് അല്ലെങ്കിൽ 3' എൻഡ് അനാലിസിസ് ചെയ്യുന്ന എങ്ങനെ? RACE ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. നെക്സ്റ്റ് വൺ അടുത്ത മൂന്നെണ്ണം എന്താണ്? മോളിക്കുലർ മാർക്കേഴ്സ് ആണ്. മൂന്നും മോളിക്കുലർ മാർക്കേഴ്സ് ആണ്. RFLP ഒരു കോഡോമിനന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോമോസൈഗോട്ടിനെ ഹെറ്ററോസൈഗോട്ടിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ പ്രധാനമായിട്ട് ആപ്ലിക്കേഷൻ പാരന്റ് അല്ലെങ്കിൽ ക്രിമിനൽ അനാലിസിസ്. RAPD ഒരു ഡൊമിനന്റ് ആണ്, എവല്യൂഷണറി സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കുന്നു. RFLP ഒരു ഡൊമിനന്റ് ആണ്, അത് പാരന്റൽ അല്ലെങ്കിൽ പെഡിഗ്രി അനാലിസിസിനാണ് പ്രധാന ആപ്ലിക്കേഷൻ.
അടുത്ത കുറച്ച് ബ്ലോട്ടിംഗ് ടെക്നിക്സ് ആണ്. സതേൺ ബ്ലോട്ടിങ്ങിന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് അതിന്റെ ആപ്ലിക്കേഷൻ DNA അനാലിസിസ് ആണ് സതേൺ ബ്ലോട്ടിംഗ്. നോർത്തേൺ ബ്ലോട്ടിംഗ് RNA അനാലിസിസ്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ് പ്രോട്ടീൻ അനാലിസിസ്, ഈസ്റ്റേൺ ബ്ലോട്ടിംഗ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. ഓർത്ത് വെക്കണം, സതേൺ ബ്ലോട്ടിംഗ് DNA അനാലിസിസ് ചെയ്യാൻ വേണ്ടിയും, നോർത്തേൺ ബ്ലോട്ടിംഗ് RNA അനാലിസിസ് ചെയ്യാൻ വേണ്ടിയും, വെസ്റ്റേൺ ബ്ലോട്ടിംഗ് പ്രോട്ടീൻ അനാലിസിസിന് വേണ്ടിയും, ഈസ്റ്റേൺ ബ്ലോട്ടിംഗ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷന് വേണ്ടിയാണ്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ടെക്നിക്കാണ് DNA മൈക്രോ അറേ. അത് മെനി ജീൻ എക്സ്പ്രഷൻ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DNA മൈക്രോ അറേ ഉപയോഗിക്കുന്നത്. ഒരുപാട് ജീനുകൾ ഒന്നിച്ചൊക്കെ എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ അതിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ് DNA മൈക്രോ അറേ. അടുത്താണ് ഫിഷ് ഫ്ലൂറസെന്റ് ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കാണിത്. ഇൻവൈവർ DNA അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻ അനാലിസിസ്, ഇൻവൈവർ ആയിട്ടുള്ള DNA അല്ലെങ്കിൽ ജീന്റെ എക്സ്പ്രഷൻ അനാലിസിസിന് വേണ്ടിയാണ് ഫിഷ് ഉപയോഗിക്കുന്നത്. ഫ്രെറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഫ്രെറ്റ് ഓർത്ത് വെക്കണം. പ്രോട്ടീൻ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് അനീലിംഗ്. പ്രോട്ടീൻ ഇൻട്രാക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഫ്രെറ്റ്. അതുപോലെ തന്നെ ഫേജ് ഡിസ്പ്ലേയും പ്രോട്ടീൻ ഇൻട്രാക്ഷൻ ആണ്. സർഫസ് പ്ലാസ്മോഡ് റെസൊണൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാക്ഷൻ ഓഫ് ബയോമോളിക്യൂളുടെ ഇൻട്രാക്ഷന് വേണ്ടിയുള്ള സ്റ്റഡിക്ക് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സർഫസ് പ്ലാസ്മോഡ് റെസൊണൻസ്. അപ്പൊ ഫ്രെറ്റും ഫേജ് ഡിസ്പ്ലേ എന്തിനാണ്? പ്രോട്ടീൻ ഇൻട്രാക്ഷൻ. അടുത്താണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി, സൊല്യൂഷന്റെ ഒക്കെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. അടുത്താണ് CD സർക്കുലർ ഡൈക്രോമിസം. അതെന്തിനാണ്? അതിന്റെ ആപ്ലിക്കേഷൻ പ്രോട്ടീൻ സെക്കൻഡറി സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ. പ്രോട്ടീന്റെ സെക്കൻഡറി സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ ചെയ്യാൻ വേണ്ടിയാണ് CD ഉപയോഗിക്കുന്നത്. CD മീൻസ് സർക്കുലർ ഡൈക്രോമിസം. എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണം, സെക്കൻഡറി സ്ട്രക്ചർ ആണ്. അടുത്താണ് NMR ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ആണ് NMR എന്ന്. പ്രോട്ടീൻ ടേർഷ്യറി സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ CD സെക്കൻഡറിയും NMR പ്രോട്ടീന്റെ ടേർഷ്യറി സ്ട്രക്ചറും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ എക്സ്റേയും പ്രോട്ടീന്റെ ടേർഷ്യറി സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ ആണ്, അല്ലെങ്കിൽ DNA സ്ട്രക്ചർ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ ഉപയോഗിക്കുന്നത്. അതിൽ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതിന്റെ പ്രധാന ആപ്ലിക്കേഷൻ DNA മോളിക്കുലാർ വെയിറ്റിൽ ഡിറ്റർമൈൻ ചെയ്യാം. നമുക്കറിയാലോ ഇലക്ട്രോഫോറസിസ് എന്ന് ചെയ്യുന്നത് മോളിക്കുലാർ വെയിറ്റ് അനുസരിച്ച് നമുക്ക് DNA ഒക്കെ ഡിറ്റർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അഗാരോസ് ഇലക്ട്രോഫോറസിസ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ പ്രധാനമായിട്ട് CD ഓർത്ത് വെക്കണം. പ്രോട്ടീന്റെ സെക്കൻഡറി സ്ട്രക്ചർ, NMRും എക്സ്റേയും പ്രോട്ടീന്റെ ടേർഷ്യറി സ്ട്രക്ചർ. നെക്സ്റ്റ് കുറച്ച് മൈക്രോസ്കോപ്പി ടെക്നിക്കുകളാണ്. ലൈറ്റ് മൈക്രോസ്കോപ്പി എന്തിനാണ് ഉപയോഗിക്കുന്നത്? 2D ഇമേജ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ലാർജർ ഓർഗൻസ് അല്ലെങ്കിൽ സെല്ലിന്റെ ഒക്കെ 2D ഇമേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ലൈറ്റ് മൈക്രോസ്കോപ്പി. അടുത്താണ് കോൺഫോക്കൽ മൈക്രോസ്കോപ്പി. 3D ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സെല്ലിന്റെ അല്ലെങ്കിൽ ടിഷ്യൂന്റെ ഒക്കെ 3D ഇമേജ് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് കോൺഫോക്കൽ മൈക്രോസ്കോപ്പി. അടുത്താണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി. ലിവിങ് ആയിട്ടുള്ള നാച്ചുറൽ സെല്ലിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി. അടുത്താണ് സ്കാൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. അത് സർഫസ് വ്യൂ, സെല്ലിന്റെ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂന്റെ ഒക്കെ സർഫസ് വ്യൂ അനാലിസിസിന് വേണ്ടിയിട്ടാണ് SEM ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ലെറ്റർ ഓർത്ത് വെക്കുക, സർഫസ്. അടുത്തത് TEM ആണ്. TEM ഉപയോഗിക്കുന്നതിനാണ് ഇന്റേണൽ വ്യൂ ഓഫ് സെൽ അല്ലെങ്കിൽ ഓർഗൻസിന്റെ ഇന്റേണൽ വ്യൂ. അപ്പൊ SEM സർഫസ് വ്യൂ ആണെങ്കിൽ TEM എന്താണ്? ഇന്റേണൽ വ്യൂ ഓഫ് സെൽ ആൻഡ് ഓർഗനൽസ്.
അടുത്തതാണ് ഹൈബ്രിഡോമ ടെക്നോളജി. ഹൈബ്രിഡോമ ടെക്നോളജിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? മോണോക്ലോണൽ ആന്റിബോഡി പ്രൊഡക്ഷൻ. മോണോക്ലോണൽ ആന്റിബോഡി പ്രൊഡക്ഷൻ ആണ് ഹൈബ്രിഡോമ ടെക്നോളജി. നെക്സ്റ്റ് RIA. RIA എലിസയും ടെസ്റ്റിന്റെ ടെക്നിക്കിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഓഫ് പ്രോട്ടീൻ അനാലിസിസ്. പ്രോട്ടീന്റെ ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ് RIAയും എലിസയും ഉപയോഗിക്കുന്നത്. അടുത്താണ് ഫ്ലോ സൈറ്റോമെട്രി. ഫ്ലോ സൈറ്റോമെട്രി സെല്ലിന്റെ മോർഫോളജി അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ സൈറ്റോമെട്രി ഉപയോഗിക്കുന്നത്. അടുത്താണ് FACX ഉപയോഗിക്കുന്നത് എന്തിനാണ്? സെൽ സോർട്ടിംഗ്, സെല്ലിന്റെ സോർട്ടിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അപ്പോട്ടോസിസ് സെല്ലിനൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. എന്താണ് അപ്പോട്ടോട്ടിക് സെൽ? ഒരു സെല്ലിന് ഒരു സിഗ്നൽ ഉണ്ടാവും. ഈ ഒരു സെല്ല് ഡെത്തിലേക്ക് അതിനെ കില്ല് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു സിഗ്നൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സെല്ല് ഉടനെ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല, ചാവാൻ പോകുന്ന സെല്ലാണെന്ന് അതൊരു സിഗ്നലോട് കൂടി വരുന്ന സെല്ലാണ് അപ്പോട്ടോട്ടിക് സെൽ. അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെ? ഫാക്സ് ഉപയോഗിച്ചാണ്. നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ കൂടെ പഠിച്ചു പോവാം. ഇവിടെ കണ്ടോളൂ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേസ്. എന്താ റേസ്? എന്തിനു വേണ്ടിയായിരുന്നു? ഓർമ്മയുണ്ടോ? ഡിറ്റർമിനിങ് ഓഫ് എൻഡ് ഓഫ് mRNA. ഞാൻ നേരത്തെ പറഞ്ഞു 5' അല്ലെങ്കിൽ 3' എൻഡിന്റെ അനാലിസിസ്. cDNA അല്ലെങ്കിൽ mRNA എൻഡിനെ അനാലിസിസ് ചെയ്യുക. അപ്പൊ A എന്താണ് വരുന്നത്? 3. A3 വരുന്ന ഓപ്ഷൻ ആകെ ഒന്നേ ഉള്ളൂ. കണ്ടോ? അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എത്താൻ പറ്റും വളരെ ചെറിയ സമയം കൊണ്ട്. സദേൺ വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, അതിന് ആപ്ലിക്കേഷൻ എന്തായിരുന്നു? DNA, സദേൺ DNA വെസ്റ്റേൺ പ്രോട്ടീൻ. സദേൺ അപ്പൊ DNA പ്രോട്ടീൻ ഇൻട്രാക്ഷന് വേണ്ടിയാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. റിക്രസീവ് PCR. റിക്രസീവ് PCR വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മൾ സിന്തറ്റിക് DNA ആംപ്ലിഫിക്കേഷൻ അല്ലേ, കൺസ്ട്രക്ഷൻ ഓഫ് സിന്തറ്റിക് DNA. PCR എന്ന് പറയുമ്പോൾ എന്തായാലും DNA ആംപ്ലിഫൈ ചെയ്യുക അല്ലെങ്കിൽ സിന്തറ്റിക് നമ്മൾ മെയ്ക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുക, അതാണ് ഉപയോഗിക്കുന്നത്. ടാക്മാൻ ഉപയോഗിക്കുന്നത് ഫാം. മനസ്സിലായല്ലോ? റേസ്, ഡിറ്റർമിനിങ് ഓഫ് എൻഡ് ഓഫ് mRNA, സദേൺ വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, DNA പ്രോട്ടീൻ ഇൻട്രാക്ഷൻ, റിക്രസീവ് PCR, കൺസ്ട്രക്ഷൻ ഓഫ് സിന്തറ്റിക് DNA, ടാക്മാൻ, ഫാം. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. In order to check whether a protein has been phosphorylated during treatment with a drug, you would perform Southern hybridization, Western blot analysis, ChIP-assay, RFLP. നമുക്ക് RFLP ഒഴിവാക്കാൻ പറ്റും, അതൊരു മോളിക്കുലർ മാർക്കർ ആണ്. ഇവിടെ ചോദിക്കുന്ന പ്രോട്ടീന്റെ അനാലിസിസ് ആണ്. പ്രോട്ടീൻ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. ഇതിന് നമുക്കറിയാം വെസ്റ്റേൺ ബ്ലോട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുക. സദേൺ ബ്ലോട്ടിംഗ് എന്തിനായിരുന്നു? DNA അനാലിസിസ്. നോർത്തേൺ ബ്ലോട്ടിംഗ് RNA അനാലിസിസ്. ഇവിടെ സദേൺ ഹൈബ്രിഡൈസേഷൻ തെറ്റാണ്, ChIP-assayയും ഓപ്ഷൻ തെറ്റാണ്. സദേൺ ബ്ലോട്ട് അനാലിസിസ്. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക, ക്വസ്റ്റ്യനുള്ളിൽ തന്നെ ക്ലൂ ഉണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ ഓപ്ഷൻസ് അനലൈസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Diagnosis of influenza virus infections can be done using some of the following techniques: Western blot and Southern blot, Northern blot and Western blot, ELISA and RT-PCR, PCR and electron microscopy. Choose the combination of techniques that correctly lists the detection method. അപ്പം ഇവിടെ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇൻഫ്ലുവൻസ വൈറസ് RNA ബേസ്ഡ് വൈറസ് ആണ്. RNA ബേസ്ഡ് വൈറസ് RNA അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലോട്ടിംഗ് ടെക്നിക്ക് ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ബ്ലോട്ടിംഗ് ടെക്നിക്ക് ഏതാണ്? നോർത്തേൺ ബ്ലോട്ടിംഗ് ടെക്നിക്ക് ആണ് നമ്മൾ RNA അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക്. അപ്പം നോർത്തേൺ ബ്ലോട്ടിംഗ് ഏത് ഓപ്ഷനിലാണ് ഉള്ളത്? B ഓപ്ഷനിലാണ് നോർത്തേൺ ബ്ലോട്ടിംഗ് വന്നിരിക്കുന്നത്. അടുത്തത് അപ്പൊ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ആണ് സദേൺ എന്തായാലും DNA വേണ്ടിയാണ്. ഈ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പി ഉപയോഗിച്ചൊരു ഇൻഫെക്ഷൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനൊന്നും പറ്റില്ല, അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കാം, ഈ ഓപ്ഷനും. അപ്പൊ B ആൻഡ് C ആണ്. RT-PCR നമുക്കറിയാം, കോവിഡ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്താണ് RT-PCR. അത് ചില RNA അവര് DNA ആക്കി മാറ്റിയിട്ടാണ് അനലൈസിങ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ RT-PCR വേണം. എലീസയും ഇതൊരു നമ്മൾ അസുഖങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു ഡിറ്റക്ഷൻ മെത്തേഡ് ആണ്. അപ്പം എലീസയും RT-PCR നോർത്തേൺ ബ്ലോട്ടിങ്ങും വെസ്റ്റേൺ ബ്ലോട്ടിങ്ങും വെച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ്
ഡിറ്റക്ഷൻ മെത്തേഡുകളാണ് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വഴി നമുക്ക് ഇൻഫെക്ഷൻ തിരിച്ചറിയാൻ വേണ്ടിയുള്ളത്. അപ്പം നമുക്ക് ആദ്യം DU7 ഒഴിവാക്കി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു ആദ്യം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുള്ള ഓപ്ഷൻ നിങ്ങൾ ഒഴിവാക്കുക. മറ്റേ വേസ്റ്റ് എൻഡോസാദൈൻ ബോട്ടിംഗ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കും. B and C ആണ് ആൻസർ. അപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ വളരെ വലിയ ക്ലൂ ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്തുക മാക്സിമം. അപ്പം RNA DNA എന്നുള്ള ആ പ്രോട്ടീൻ ഏതാണ് നമ്മൾ നന്നായി മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ ഓപ്ഷനിൽ നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. To achieve a best resolution using a fluorescence microscope, what combination of wavelength of emitted light, refractive index, angle by which a light enters into the microscope would be the best choice for the user? ഇവിടെ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓപ്ഷനിൽ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഉള്ള റെസൊല്യൂഷൻ പവറുള്ള മൈക്രോസ്കോപ്പ് നമുക്ക് സജസ്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. അതിന് നമുക്ക് റെസൊല്യൂഷന്റെ ഫോർമുല നോക്കാം. റെസൊല്യൂഷന്റെ ഫോർമുല D = ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. D = 0.61 ലാംഡ ഡിവൈഡഡ് ബൈ n sin θ. അപ്പൊ ഇവിടെ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ നമുക്ക് കാണാൻ മാക്സിമം മിനിമം ഡിസ്റ്റൻസിൽ കാണാൻ പറ്റുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ D മിനിമം ആയിരിക്കണം. ഒരു ബെസ്റ്റ് ആയിട്ടുള്ള നമുക്കറിയുന്നത് D മിനിമം ആയിരിക്കണം. D മിനിമം ആകാൻ വേണ്ടി എന്ത് ചെയ്യാം, ഇവിടെ ലാംഡയും ഡിയും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ ലാംഡ കുറഞ്ഞാൽ മാത്രമേ ഡിയും കുറയുകയുള്ളൂ. നമ്മൾ വേവ് ലെങ്ത് കുറയണം, വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യണം. ബാക്കിയുള്ളതോ ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ആ ന്യൂമറിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, അത് കൂടണം. കൂടാതെ തീറ്റയും കൂടണം. ആംഗിൾ അപ്പേച്ചർ ആംഗിൾ ആണ്, അതും കൂടണം. ഇത് രണ്ടും കൂടുകയും ലാംഡ കുറയുകയും വേണം. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ ലാംഡ ഏറ്റവും കുറവായുള്ളത് 2 ഓപ്ഷനിലാണ്. 405 ഉണ്ട്, രണ്ടെണ്ണത്തിനും 405 ആണ്. ബാക്കിയുള്ള 420 ഉണ്ട്, 520 ഉണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കാം. അപ്പം വേറെ കളറാക്കാം. ഇത് രണ്ടും അല്ല. ഇതില് അടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് കൂടണം, ഹയർ ആയിരിക്കണം. ഇവിടെ 1.51 ആണ് കൂടുതൽ. അപ്പം ഈ ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എത്താൻ പറ്റുന്നത്. ഇവിടെ 2θ = 280 ഡിഗ്രി ആണ്. അപ്പൊ θ = 180 ഡിവൈഡ് ബൈ 2 90 ഡിഗ്രി. നമുക്ക് ഫോർമുല ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് തന്നെ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ എത്തുക. മനസ്സിലായില്ല? വേവ് ലെങ്ത് കുറവായിരിക്കണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തീറ്റയും കൂടുതലായിരിക്കണം. ഈ ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വെക്കണം. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ റിസോൾവ് ചെയ്യുക. സോ നൗ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ടു അറ്റൻഡ് ദി എക്സാം ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫ്രം ടോസ് അക്കാഡമി.